ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് പഴയ ഒരു പാട്ട്, കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ ആ പാട്ട് ഒരു പ്രായമുള്ളവരൊക്കെ ആവശ്യപ്പെടുന്നത് കൊണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വന്ന് 18 വയസ്സ് തൊട്ട് 65 വയസ്സിൻ്റെ മേലെയുള്ളവരോട് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രായക്കാരും ഓരോ പാട്ടുകൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടെടുക്കുന്നത്. അപ്പോൾ 90s പാട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചകളിൽ നമുക്ക് സമയം മാറ്റിയുള്ള പാട്ടെടുക്കാം. 80s 90s ലേറ്റസ്റ്റ് അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പാട്ടിൻ്റെ രാഗത്തിൻ്റെ സ്കെയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ഇന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. പുതിയതായിട്ട് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. നമ്മൾ ഈ പാട്ടെടുക്കുമ്പോൾ ഈ പാട്ടിൻ്റെ സ്കെയിൽ നമ്മൾ നോക്കിയാൽ സി മേജർ സ്കെയിലാണ് ഈ പാട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ രാഗം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ വന്നിട്ട് മോഹനരാഗം ബേസ് ചെയ്താണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. മോഹനരാഗം ആണ്, പക്ഷേ ഇവിടെ ഒരു ആക്സിഡൻ്റൽ നോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ സി മേജർ സ്കെയിലിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു മിസ് പലപ്പോഴും അല്ലേ. അങ്ങനെ സി ഡി ഇ എഫ് ജി എ ബി സി. അപ്പോൾ ഇതിങ്ങനെയാണ് സി മേജർ സ്കെയിലിൻ്റെ സ്വരം നോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബ്ലാക്ക് കീ കയറി വരുന്നുണ്ട്. എന്നാലും ഇത് സി മേജർ സ്കെയിൽ തന്നെ പറയും, ഇത് ആക്സിഡൻ്റൽ നോട്ടായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ മോഹനരാഗത്തിൽ ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടും വരുന്നില്ല. രാഗം നോക്കുമ്പോൾ ഇത് 3, 2, 5 സ്വരത്തിലാണ് ഈ പാട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് ഈ നോട്ട് കയറി വരുന്നുണ്ട്, ഈ ബ്ലാക്ക് കീ കയറി വരുന്നുണ്ട്. ഇതിൻ്റെ സ്വരസ്ഥാനം, മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനം പല ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി കാണിക്കുക. ഇതുണ്ട് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാര, മധ്യമം ഇല്ല, പഞ്ചമം, ചതുശ്രുതി ദൈവതം, നിഷാദം ഇല്ല, പിന്നെ ഇത് വന്ന് ഷഡ്ജം. പക്ഷേ ഈ പാട്ടിനകത്ത് ഇത് ആക്സിഡൻ്റലായിട്ട് കയറി വരുന്നുണ്ട്, കൈഷിക് നിഷാദം കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പക്ഷേ ഇത് ഞാൻ എടുത്ത് കാണിക്കാത്തത്, ഇത് കുറച്ച് സമയങ്ങളിൽ മാത്രം വന്ന് കയറുന്ന ഒരു നോട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ പാട്ട് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. അതേസമയം നമ്മൾ ബോർഡിൻ്റെ കോഡ്സ് ഓർഡറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏത് കോഡ്സ് പിടിക്കാം എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ പാട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ലെന്ത് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് ഈ പാട്ടിൻ്റെ ലെന്ത് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഫിംഗറിങ് എടുക്കുമ്പോൾ ഇങ്ങനെ 1 2 3 1 2 3 4 5 ഇങ്ങനെ ഫിംഗറിങ് പോകുന്നത്. പക്ഷേ ഇതിവിടെ ഈ നോട്ട് ഇവിടെ പിടിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ തുടങ്ങുമ്പോൾ ഈ ഫിംഗർ വെച്ച് ഈ പാട്ട് ആരംഭിക്കാമെന്ന് വെച്ചപ്പോൾ ഇവിടം വരെ വന്ന് എത്തും. അല്ലെങ്കിൽ ഫിംഗറിങ്ങിന് മാറ്റേണ്ടി വരും. അപ്പോൾ പാട്ടിങ്ങനെ പോകുന്ന കരിമുകിൽ കാട്ടിൽ. ഇങ്ങനെ വരുമ്പോൾ ഇത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടല്ല മ്യൂസിക് എടുക്കുന്നത്. കാര്യം ഇത് ചെറിയ സൈലൻറ്റ് ഗ്രേസ് നോട്ടുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ അത് ഒത്തിരി ഇതായിട്ടങ്ങ് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അതെല്ലാം കീഴെ പിടിച്ചെന്നുള്ളത്. അതുകൊണ്ടാണ് മ്യൂസിക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും എടുത്തു. അത് കഴിയുമ്പോഴേ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുണ്ട് ഇതിങ്ങനെ നിങ്ങൾ കഴിയുമ്പോൾ പിന്നെ അടുത്ത വരുന്നത് എന്താ, നമ്മൾ അനുപല്ലി വരുമ്പോൾ ഇതല്ല.
അപ്പോൾ ഇവിടെ എടുക്കുമ്പോഴേ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ എടുക്കുമ്പോൾ ഉണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ഫിംഗർ വെച്ച് കാണിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ മിസ് ആദ്യം കാണിച്ച പോലെ വായിക്കണം കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴാണ് പിന്നെ ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഈ ഫിംഗർ ആവശ്യമുണ്ടെന്നോ കുഞ്ഞുങ്ങൾ. സോറി, ആക്സിഡൻ്റൽ നോട്ട് വരുമെന്ന് മിസ് പറഞ്ഞില്ലേ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ചെറുതായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ആക്സിഡൻ്റ് നോട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രത്യേകം എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. ഇപ്പോൾ മിസ്സിൻ്റെ ഇവിടെ കൈ ഒന്ന് ഇടിച്ചെടുക്കാനോട്ട് ഉള്ളതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ വന്നെങ്കിൽ ആ പാട്ട് വരത്തുള്ള പെട്ടെന്ന് എടുക്കണം. ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും, സ്മൂത്തായിട്ട്. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഇങ്ങനെ എല്ലാം എടുക്കുമ്പോൾ കണ്ട് ഇങ്ങനെ വേണം എടുക്കാൻ. എന്താ കുട്ടികൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ശ്രമിക്കുക. എന്താ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇതൊന്ന് എടുക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് ഏത് കോഡ്സൊക്കെ നമുക്ക് പിടിക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ നോട്ട് ഈ ഒരു ബ്ലാക്ക് കീ കയറി വന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജി മൈനസ്, ഇപ്പോൾ ഇത് സി മേജർ സ്കെയിലായതുകൊണ്ട് നമുക്ക് ഈ പാട്ടെടുക്കുമ്പോൾ ഇത് കണ്ടോ, നമുക്ക് വന്ന് സി മേജർ കോഡ് പിടിക്കാം. ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ജി ഉണ്ട്, ഇ ഉണ്ട്, സി ഉണ്ട്. പിന്നെ വന്ന് നമുക്ക് പഠിക്കാൻ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കീ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ജി മൈനർ കോഡ് പിടിക്കാൻ പറ്റും. കാര്യം ഇതിൻ്റെ അകത്ത് ജി ഉണ്ട്, ഡി വന്നിട്ടുണ്ട്, ഇവിടെ കണ്ടോ ബി ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത്. ഇതിവിടെ എ ഷാർപ്പെന്ന് നിങ്ങൾ ഈ കീക്ക് പറയണ്ട. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി എ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ബി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ബി ഫ്ലാറ്റായിട്ട് പിടിക്കാൻ നോക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ 3 കീ ജി, ബി ഫ്ലാറ്റ്, ഡി. പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന സി ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ നമുക്ക് എ മൈനർ കോഡ് പിടിക്കാം. അപ്പോൾ ഈ 3 കോഡ്സ് ഈ പാട്ടിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽക്കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം എന്നല്ല, ഇതിനകത്ത് ഇത് 3 ബിഗിനേഴ്സ് ആകുമ്പോൾ ഈ 3 കോഡ്സ് തന്നെ പിടിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പിന്നെ ബോർഡിൽ മിസ് എയുടെ കോഡ് വന്ന് ഓർഡറായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഓർഡറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എയുടെ കോഡ്സ് ഓർഡറായിട്ട് പഠിച്ചുകൊണ്ട് വരിക അല്ലേ. അപ്പോൾ A13 ഇന്ന് എടുക്കുന്നത്. അപ്പോൾ A13 പറഞ്ഞാൽ നിങ്ങൾ ഏതാ പഠിക്കേണ്ടത്? A13 ഒന്ന് കാണുകയാണെങ്കിൽ 1 2 3 5 ഫിംഗർ നമ്പറായത്. അപ്പോൾ നമ്മൾ എഫ് ഷാർപ്പിൽ കൈവയ്ക്കുക. എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ബി, ജി. ഇത് ബി ആണ്, ഇത് ജി. സി ഷാർപ്പ് ഇത് എഫ്. A13 ഫ്ലാറ്റ് 9 എന്ന് കാണും. അങ്ങനെ കാണുകയാണെങ്കിൽ എഫ് ഷാർപ്പിൽ ഫസ്റ്റ് ഫിംഗർ വയ്ക്കുക, പിന്നെ സി ഷാർപ്പിൽ സെക്കൻഡ് ഫിംഗർ വയ്ക്കുക,
ബി ഫ്ലാറ്റ് പിടിക്കണം. നമ്മളിവിടെ ബി ആണ് പിടിച്ചത് അല്ലേ. ഇവിടെ ബി ഫ്ലാറ്റ് പിടിക്കുക, 4th ഫിംഗർ, ജി വന്ന് 5th ഫിംഗർ പിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഓർഡറായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ 13th വിത്ത് ഫ്ലാറ്റഡ് 9th അങ്ങനെ ഇത് വരുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ചിലപ്പോഴൊക്കെ നിങ്ങൾ വായിക്കും, മ്യൂസിക് കാണുമ്പോൾ ഇങ്ങനത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ കീയിലാണ് കൈവയ്ക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയം കൂടുതലുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നേന്നിരുന്നുള്ള എപ്പിസോഡ് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.